പറഞ്ഞു, പ്രായമായില്ലേ, നിങ്ങൾക്ക് മുടന്തുണ്ടല്ലോ, നിങ്ങൾക്ക് പോണം നിർബന്ധം ഇല്ല നബിയെ, പോണം. എന്തുകൊണ്ട്? ഷഹീദിന്റെ പ്രതിഫലം. അവരുടെ മയ്യത്തുകൾ മണ്ണ് തിന്നാറില്ല, അവരുടെ മണ്ണ് അവരുടെ ശരീരം പുഴുക്കാറില്ല, അവർക്ക് നാളെ വിചാരണയില്ല. അവർ ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ ഖബറിലാണെങ്കിലും അവരുടെ റൂഹുകൾ പച്ചക്കിളികളുടെ രൂപത്തിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ അർശിന്റെ താഴ്ഭാഗത്ത് ഇന്നും അവർ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ റൂഹുകൾ അവർ ഭക്ഷണം കഴിക്കുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ശുഹദാക്കൾ അവരാ. അതുകൊണ്ടാണ് ആ മഹത്വം അറിയുന്നത് കൊണ്ടാണല്ലോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് ഉഹദിന്റെ രണാങ്കണത്തിൽ പോകുമ്പോ അവിടെ ഒരുപാട് സഹാബത്ത് കിടക്കുന്നുണ്ട്. മദീനത്ത് പോകുമ്പോ ഉഹദിന്റെ രണാങ്കണത്തിൽ നമ്മൾ പോകാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാണുന്ന ആ ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായവരെ കബറടക്കിയിരിക്കുന്ന അവിടെ കിടപ്പുണ്ട് മഹാനായ സയ്യിദുനാ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാനം മിസ്അബ് തങ്ങളെ മദീനത്തേക്ക് പറഞ്ഞു വിട്ടു. ആദ്യം പോയത് മിസ്അബ് തങ്ങളാണ്. ആദ്യമായിട്ട് മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവാണ് മദീനത്തേക്ക് പോയത്. അവിടെ ചെന്നിട്ട് മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഓരോ വീട്ടിലും പോയിട്ട് ഖുർആൻ പഠിപ്പിക്കും, ഓരോ വീട്ടിൽ പോയിട്ട് ഖുർആൻ പഠിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ അൻസാരിങ്ങളുടെ സ്വഭാവം ഉണ്ടാക്കിയെടുത്തത് മുഹാജിറുകൾ വരുമ്പോൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മദീനക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തു മിസ്അബ് തങ്ങള്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു. അങ്ങനെ സഹാബികൾ വരാൻ തുടങ്ങി, വന്നവരെ മുഴുവനും സ്വീകരിച്ചു. അവസാനമായിട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങള് അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടപ്പോ മദീന നിവാസികൾക്ക് വല്ലാത്ത സന്തോഷമാണല്ലോ. പടച്ചവനെ അവരിങ്ങനെ സ്വീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വീകരിച്ചു. എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ ഇരുന്നിട്ട് മുത്തുനബി അവിടെ നിന്ന് പ്രഭാഷണം നടത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നസീഹത്ത് നടത്തുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ ഇങ്ങനെ തിരയുകയാണ്. ആരെയോ കാണാനിട്ട് തിരയുന്നത് പോലെ, ആരെയോ കാണാനിട്ട് തിരയുന്നത് പോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മുന്നിലിരിക്കുന്ന ആ ജനങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കുകയാ. എന്നിട്ട് പ്രവാചകനെ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മിസ്അബ് എവിടെ? എന്റെ മിസ്അബ് എവിടെ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പറയുന്നു, ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെയുണ്ട് നബിയേ, ഞാനിവിടെയുണ്ട് നബിയേ. മിസ്അബ് തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറയുമ്പോ റസൂലുള്ളാഹിക്ക് തിരിച്ചറിയുന്നില്ല. മിസ്അബിന്റെ രൂപമൊക്കെ മാറിയിരിക്കുകയാണ്, മിസ്അബിന്റെ രൂപമൊക്കെ മാറിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സഹാബാ, ഞാൻ മിസ്അബിനെ ആദ്യമായിട്ട് കാണുന്ന രംഗം എങ്ങനെയെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിൽക്കുമ്പോ മിസ്അബിന്റെ അവസ്ഥ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ മിസ്അബിനെ ആദ്യമായിട്ട് കാണുന്നത് എങ്ങനെയെന്നറിയോ? ഞാൻ മിസ്അബിനെ മക്കയിൽ വെച്ച് ആദ്യമായിട്ട് കാണുന്നത് എങ്ങനെയെന്നറിയോ? വാപ്പാടെയും ഉമ്മാടെയും ഇടയില് സ്വർണത്തിന്റെ തളികയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാ കണ്ടത്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ ആദ്യമായിട്ട് കാണുമ്പോ വാപ്പാടെയും ഉമ്മാടെയും ഇടയിലിരുന്നിട്ട് സ്വർണത്തിന്റെ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുകയാ, സ്വർണത്തിന്റെ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുകയാ. ആ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ ചാരത്ത് നിന്നതെങ്ങനെയെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാടിന്റെ തൊലിയുണ്ടല്ലോ, ഒരാടിന്റെ തൊലി ഇങ്ങനെ കമ്പിളിയായി പുതച്ചിരിക്കുകയാ. സ്വർണത്തിന്റെ തളികക്കകത്ത് ഭക്ഷണം കഴിക്കുന്ന മിസ്അബ് അല്ലാഹുവിന്റെ റസൂൽ മദീനത്ത് ചെന്നിട്ട് നോക്കുമ്പോ ഒരു കമ്പിളി പോലെ ആടിന്റെ തൊലി ഇങ്ങനെ, ആടിന്റെ തോലിങ്ങനെ പുതച്ചിരിക്കുകയാണ്. റബ്ബേ, പറന്നു പോകാതിരിക്കാൻ ഒരു
വള്ളി കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാ. സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച മിസ്ബ് പടച്ചവനെ മുത്തുനബി നോക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ പടച്ചവനെ പറന്നു പോകാതിരിക്കാൻ വള്ളി ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മിസ്ബ് റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാത്ത ഇഷ്ടമാണ്. മുത്തുനബിയെ വല്ലാത്ത ഇഷ്ടമാണ്. മുത്തുനബി നടക്കുന്നത് പോലെയാണ് മിസ്ബ് നടക്കുന്നത്. പ്രവാചകൻ എങ്ങനെയാണോ നടക്കുന്നത്, ഇന്ന് സിനിമാ താരങ്ങളെ പിൻപറ്റുന്ന ചെറുപ്പക്കാരാ, എങ്ങനെയാണോ മുടി വെട്ടുന്നത്, എങ്ങനെയാണോ മുണ്ടുമടക്കുന്നത്, ഏത് വസ്ത്രമാണോ ധരിക്കുന്നത്, അവന്റെ താടി എങ്ങനെയാണ്, അവന്റെ ഉടുപ്പ് എങ്ങനെയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ അതുപോലെ പിൻപറ്റുന്ന യുവതലമുറയോട് മിസ്ബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂല് നടക്കുന്നത് പോലെയാ നടക്കുന്നത്. മിസ്ബ് നടക്കുന്നത് കണ്ടാൽ അല്ലാഹുവിന്റെ പ്രവാചകന് കുതിരയുടെ മുകളിൽ നിന്ന് എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത്, അതുപോലെയേ മിസ്ബ് ഇരിക്കാറുള്ളൂ. പ്രവാചകനോട് വല്ലാത്ത മഹബത്തായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുമ്പോ ശത്രുക്കൾ അതാ കലികേറിയിട്ടവന്മാര് ഇങ്ങനെ പരതി നടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ ഇങ്ങനെ പരക്കം പായുമ്പോ പടച്ചവനെ ഇങ്ങനെ പോകുന്നത് കാണുകയാണ്. ശത്രുക്കൾ വിചാരിച്ചു പോകുന്നത് മുഹമ്മദാണ്. ആരോ വിളിച്ചു പറഞ്ഞു, ആ പോകുന്നത് മുഹമ്മദാണ്. അതുകൊണ്ടടാ മുഹമ്മദ് പോകുന്നു. പടച്ചവനെ എല്ലാവരും കൂടെ നാലു ഭാഗത്ത് നിന്ന് ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് കരുതിയിട്ട് എല്ലാവരും കൂടെ വെട്ടി നുറക്കുമ്പോ തന്റെ മുഖം ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് കിടക്കുകയാ. മിസ്ബിന് പറയാ, ഞാൻ മുഹമ്മദല്ല. മുഖം അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ കൊല്ലാൻ വരുന്നവർ ഇതുപോലെ ചെയ്യില്ലായിരുന്നു. എന്നിട്ട് ആരും കാണാതിരിക്കാ തന്റെ മുഖം ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് അല്ലാഹുവേ കബർന്ന് കിടക്കുകയാണ്. ശത്രുക്കൾ അവിടെ നിന്ന് വെട്ടി നുറുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്ന 72ഓളം വെട്ടുകള്, 72ഓളം വെട്ടുകള്. നിങ്ങൾ ചിന്തിക്ക്, അല്ലാഹുവിന്റെ റസൂലാണെന്ന് കരുതിയിട്ട് ശത്രുക്കൾ വെട്ടാൻ വരുമ്പോ ഒന്ന് തിരിഞ്ഞു നിന്നിരുന്നെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സ്വർഗമാണ് അവർക്ക് വേണ്ടത്. അവസാനം അവിടെ കിടന്ന് ഷഹീദായി. ഓരോ ആൾക്കാരുടെയും മയ്യത്ത് കഫം പൊതിയുകയാണ്, ഓരോ ജനാസകളെ കഫം പൊതിയുകയാണ്. അവസാനം നോക്കുമ്പോ ഒരു ജനാസയുടെ ഭാഗത്ത് നിന്ന് സ്വഹാബികൾ കരയുകയാ. ഒരു ജനാസയുടെ ചാരത്ത് നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ സഹാബാ, എന്തേ സഹാബാ, എന്തേ കഫം പൊതിയാത്തത്, ആരുടെ ജനാസയാ? യാ റസൂലല്ലാഹ്, ഇത് മിസ്ബിന്റെ ജനാസയാണ് നബിയേ. കഫം തുണിയില്ല നബിയേ, മയ്യത്ത് പൊതിയാ കഫം തുണിയില്ല നബിയേ. ചെറുപ്പക്കാരാ, സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച് സ്വർണ്ണ പാത്രത്തില് ഭക്ഷണം കഴിച്ച് കിടന്ന മിസ്ബ് അവസാന തലമറച്ച കാലുവെളിയില്, കാലുമറച്ച തലവെളിയില് അവസാനം അല്ലാഹുവേ കഫം പൊതിയാ തുണിയില്ലാതെ അവിടെ നിന്ന് പച്ചില പുല്ല് പറിച്ച് കാലിൽ വെച്ച് കെട്ടിയിട്ട് കബറിന്റെ അകത്ത് ഇറക്കി വെച്ചെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ ജനാസ അതാ തലമറച്ച് കഫം പൊതിഞ്ഞ് കാലിൽ പൊതിയാ തുണിയില്ലാതെ പുല്ല് പറിച്ചു കൊണ്ടുവന്ന് കാലിൽ കെട്ടിവെച്ചിട്ട് ആ സഹാബിയുടെ ജനാസ കബറിൽ ഇറക്കുമ്പോ കാലിൽ കെട്ടിയിരുന്ന പുല്ലവടം നടിഞ്ഞ് താഴെ വീടുകയാണ്. ആ സമയത്തല്ലേ മുത്തുനബി പറഞ്ഞത്, വമിനന്നാസി മയ്യശ്രീ നഫ്സഹു ബിതിഗാ മർളാതില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്.
മോനെ മരിച്ചാൽ എങ്ങനെ മരിക്കണമടാ, അല്ലാതെ നടറോഡിൽ കിടന്ന് പരസ്പരം തമ്മിലടിച്ച് വെട്ടിച്ചാവുന്നതിലല്ല കാര്യം. യഥാർത്ഥത്തിൽ ഷഹീദാരെന്നറിയോ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ചിട്ട്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ചിട്ട് അല്ലാഹു ഇഷ്ടപ്പെടുന്നത് പോലെ പോകുന്നവരാ ശുഹദാക്കള്. വെള്ളിയാഴ്ച രാവിലെ മരിക്കുന്നവരുണ്ടല്ലോ, പടച്ചറബ്ബേ, നമസ്കരിച്ച സുജൂദിൽ കിടക്കും മരിക്കുന്നവരുണ്ടല്ലോ. അതിനല്ലേ മരണമെന്ന് പറയുന്നത്, അതിനല്ലേ മരണമെന്ന് പറയുന്നത്. പല മയ്യത്തുകളും കണ്ടപ്പോ കൊതിച്ചു പോയില്ലേ, പല ജനാസകളും കണ്ടപ്പോ കൊതിച്ചു പോയില്ലേ. പടച്ചവനെ, മരിച്ചാൽ ഇവര് മരിച്ചതുപോലെ മരിക്കണമെന്ന് പല മയ്യത്തുകൾ കണ്ടപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഒരു ശുഹദാഇന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഇതാണ്. ഒരു ശുഹദാഇന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ്